ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനും ഗോവിന്ദനോടും കനകയോടുമായിട്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇന്ന് മുഴുവൻ അമ്മയ്ക്ക് ഇവിടെ നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോഴത്തേനും ദേവയാനി പറയുന്നുണ്ട്, അത് തന്നെയല്ല കാരണം, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം, നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം. ഇപ്പം എന്തായാലും അടുത്ത ദിവസം പോവുമല്ലേ നന്ദു, അതിനു മുമ്പ് അനിയുടെ കാര്യത്തിൽ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അതിനു വേണ്ടിയാണെന്ന് പറയും. അപ്പം കനക പറയുന്നുണ്ട്, ദേവയാനി അത് ശരിക്കും മനസ്സ് കീറുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ അത്ര കേൾക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട്, അനിയും അവളും മനസ്സുകൊണ്ട് ഇപ്പോഴും ഇഷ്ടത്തിലാണോ എന്നൊക്കെയാണ് ഞങ്ങളുടെ സംശയം എന്നൊക്കെ പറയും. എന്തായാലും ഞാനന്ന് അവളെ കാണട്ടെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് പോവുകയാണ്. ദേവയാനിക്ക് നയനയോടുള്ള സ്നേഹം കാണുമ്പം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, അമ്മായിമ്മയ്ക്ക് ഇപ്പം മരുമോളോട് എന്ത് സ്നേഹമല്ലേ ഗോവിന്ദേട്ടാന്ന്, അത് ശരിയാ, പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ ഇപ്പോൾ എന്ന്. ദേവയാനി നയനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നന്ദു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അനി വിളിച്ചിട്ടുണ്ടല്ലോ വൈകിട്ട് കാണാനെന്ന് പറഞ്ഞ്, അപ്പോൾ എന്ത് പറയണമെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇവർ കയറി ചെല്ലുന്നത്. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് മോളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. മോളെ, നീയും അനിയുമായിട്ടുള്ള സ്നേഹബന്ധം നേരത്തെ ആദർശ് അറിഞ്ഞിരുന്നില്ല, അതിൻ്റെ തലേ ദിവസമല്ലേ അറിഞ്ഞത്, കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞറിയുന്നത്. എന്തായാലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു, എന്നാലും ആദർശ് ഇത് മുത്തശ്ശനോടും എല്ലാവരോടും പറഞ്ഞ് അത് നടത്താൻ നോക്കിയേനെ. പിന്നെ അനാമികയായിട്ടുള്ള കല്യാണം എങ്ങനെയായാലും കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നീട്ടിയെങ്കിലും വെക്കില്ലായിരുന്നോ, നിങ്ങളെല്ലാം കൂടെ കൂടിയല്ലേ അന്ന് അങ്ങനെ ചെയ്തത്, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അടുക്കുന്നതൊക്കെ അവരുടെ കുടുംബജീവിതം തകർക്കുകയുള്ളൂ. എനിക്ക് ആദർശിനെ പോലെ തന്നെയാണ് അനിയും, അവൻ്റെ കുടുംബജീവിതം തകർന്നു കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് മോൾ അവനെ മാക്സിമം അകറ്റി നിർത്താൻ നോക്കണം. അനി വിളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കുകയോ അവനോട് സംസാരിക്കാനോ ഒന്നും പോകരുത്. അനാമിക എന്തായാലും ആ വീട്ടിൽ വന്ന് കയറിയതല്ലേ, അത് കാരണം അവരുടെ ജീവിതം നന്നായിട്ട് പോകണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയും. മോള് താമസിയാതെ SI ആയിട്ടൊക്കെ പോസ്റ്റിംഗ് കിട്ടി വരും. ആ സമയത്ത് ജോലി തിരക്കൊക്കെ ആയിരിക്കും, എന്നാലും അനി ഇടയ്ക്കൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം മോൾ അവനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അടിച്ചാൽ മതി. അത് കാരണം പിന്നെ മോൾ അവനെ അടുപ്പിക്കരുത്. പിന്നീട് മോൾക്ക് നല്ലൊരു കുടുംബജീവിതം ഞങ്ങളെല്ലാവരുടെ കൂടി നടത്തി തരും, അതുകൊണ്ട് അനിയെ വെറുതെ വിടണമെന്നൊക്കെ പറയും. അന്നേരം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ആൻറ്റി, ഞാൻ മാക്സിമം ഇനി അവനുമായിട്ട് സഹകരിക്കില്ല എന്നൊക്കെ പറയും. അന്നേരം അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ദേവയാനി. അന്നേരം നയന നന്ദുവിനോട് പറയുന്നുണ്ട്, മോള് ഇനി അവൻ്റെ ജീവിതത്തിലൊന്നും ഇടപെടില്ല എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മോള് ഇനി എൻ്റെ വാക്ക് തെറ്റിക്കാൻ ഇടവരുത്തരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് നയന പോകുന്നത്. നന്ദുവിന് ആ കൺഫ്യൂഷനും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. അന്ന് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അനി, ഇപ്പോൾ അനിയോട് ഇനി എന്ത് പറയും എന്നൊക്കെ ഓർത്തുള്ള ടെൻഷനാണ് നന്ദുവിൻ്റെ മുഖത്ത് ഇങ്ങനെ കാണുന്നത്. ആദർശനാണ് ആകെ ടെൻഷനാണ്. ശരിക്കും നയന കള്ളം പറഞ്ഞിട്ടാണോ പുറത്തേക്ക് പോയിരിക്കുന്നത്, വീട്ടിൽ പോയതായിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അന്നേരം അഭി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അഭി മനസ്സിലോർക്കുന്നുണ്ട്, ഭാര്യ കാരണം ജുവലറിയിൽ ഭയങ്കര സെയിലാണ് നടക്കുന്നത്, എന്നിട്ടും ബാക്കിയുള്ളവർക്ക് ഒരു നക്കാപ്പിച്ച പൈസ പോലും തന്നിട്ടില്ല, വിഷു ആയിക്കൊണ്ട് വല്ലതുമൊക്കെ തരാനുള്ളതിന് തരുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേന് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നീ വന്നെന്നൊക്കെ ചോദിക്കും. അതല്ല ആദർശേട്ടാ, വിഷുവൊക്കെ അല്ലേ, അപ്പം എനിക്ക് നവ്യയ്ക്ക് വല്ലതുമൊക്കെ മേടിച്ചു കൊടുക്കണം, നവ്യയുടെ പ്രസവമൊക്കെ വരികയല്ലേ, അപ്പോൾ എൻ്റെ കാശില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സാലറിയൊക്കെ എന്ത് ചെയ്യും, നിനക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ, പിന്നെ ആ പൈസ വെച്ചൊക്കെ മേടിച്ചു കൊടുത്താൽ പോരെന്ന് ചോദിക്കും. അതല്ല ആദർശേട്ടാ, എന്തായാലും വിഷുവിന് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കണം, അത് ഉണ്ടാന്നൊക്കെ പറയും. എന്തായാലും ഈ സമയത്ത് അവൾക്ക് വല്ലതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. കാരണം നീ അവൾ ഗർഭിണിയായ പിന്നെ ഇതുവരെ ഒന്നും മേടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. 7-ാം മാസത്തെ ചടങ്ങിന് ഒരു സാരി പോലും നീ മേടിച്ചു കൊടുത്തില്ല. പിന്നെ മുല്ലപ്പൂ എന്ന് പറഞ്ഞ് പേരും പറഞ്ഞ് ഇറങ്ങിപ്പോയ അന്ന് നീ വന്ന സമയവും ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ, അവിടെ നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരു എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാമെന്ന് പറയും. അത് എന്തായാലും വലിയ ഉപകാരം ആദർശേട്ടാ, എനിക്ക് ഇത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മുടക്കാൻ വേണ്ടി തന്നെയാണ്, ഞാൻ ഒത്തിരി മാറി, ഇനി ഞാൻ അവളെ മാത്രം ചിന്തിച്ചാൽ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് കയറിപ്പോവും. അന്നേരം അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്തോരം രൂപയുള്ള ഒരു കമ്പനിയുടെ
MD എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്ന് പരിഗണിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ. നവ്യയ്ക്കാണെങ്കിൽ ആകെ അത്ഭുതമാണ് നയനെ ദേവയാനി ഇതുപോലെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്. അന്നേരം പറയുന്നുണ്ട് ഇപ്പം മരുമോളെ ഇഷ്ടമില്ലായിരുന്നു അമ്മായിമ്മ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊരു സ്നേഹമാണ് അമ്മായിക്ക് നയനയോടല്ലേ നന്ദു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദുവും പറയും ശരിയാ ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ പറയും. ആ സമയത്ത് ആദർശ് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദു നാളെ അല്ലേ പോകുന്നേ, അന്നേരം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയും. അതൊന്നുമില്ല ആദർശേട്ടാ, എല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കുക, എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. അന്നേരം ചോദിക്കുന്നുണ്ട് നയന ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നന്ദുവിന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്, എന്നിട്ട് അങ്ങ് വന്നോന്ന് ചോദിക്കും. ഉടനെ പെട്ടെന്ന് പറയുന്നുണ്ട് നന്ദു ഇല്ല ആദർശേട്ടാ ചേച്ചി ഇങ്ങോട്ട് വന്നില്ലെന്ന് പറയും. എന്നാൽ ഇവിടുന്ന് അത് പറഞ്ഞാൽ ഇറങ്ങി അങ്ങ് എത്തിയില്ലല്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ല ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഫോൺ വെക്കുന്നുണ്ട്. ആദർശേട്ടന് നല്ല സംശയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു നന്ദു നവിയോട് പറയുന്നുണ്ട്. അങ്ങനെ സംശയിക്കാനുള്ള വകുപ്പൊന്നും ഇല്ല, എന്നാലും ആദർശേട്ടനും അമ്മയും എല്ലാം ഒരുപോലെ നയനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അവളുടെ ഒരു ഭാഗ്യം തന്നെയാണെന്നൊക്കെയാണ് നയനെക്കുറിച്ച് നവ്യ പറയുന്നത്. അപ്പം ഇനി എൻ്റെ അമ്മായിയമ്മ എന്നാണോ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട് അതിന് ചേച്ചി അമ്മായിയമ്മയ്ക്ക് കരളല്ല ഹൃദയം കൊടുത്താൽ പോലും അവർ നന്നാകാൻ പോകുന്നില്ല, അവരങ്ങനത്തെയാന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. നയനയും കനകയും കൂടെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങ് അടുക്കള കയറിയല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും അമ്മ അവിടെ പോയിരുന്നോ, ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറും ഗസ്റ്റായിട്ട് അങ്ങ് തോന്നുമെന്ന് പറയും. അതെ അമ്മ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ ഇന്നെന്ന് നയനയും ചോദിക്കും. എനിക്കങ്ങനെ ഗസ്റ്റായിട്ടിരിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണെന്നുള്ള പരുവത്തിൽ എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാനിവിടെ സഹകരിക്കാമെന്ന് പറയും. അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ കൂടിക്കോളാൻ കനക പറയുന്നുണ്ട്. അന്നേരം നയന അരിഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കറിക്കാരിയാന്ന് പറഞ്ഞ് ദേവയാനി അങ്ങോട്ട് വന്ന് ഓരോരോ പണികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്, നിങ്ങളവിടെ പല പ്രാവശ്യം വന്നപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി തരികയോ ഒന്നും പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് വരണം കേട്ടോ, നിങ്ങളെ എനിക്ക് നന്നായിട്ട് സൽക്കരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. എന്നേലും അങ്ങോട്ട് വരാമെന്നൊക്കെ കനകയും പറയും. ഇനി നന്ദു ട്രെയിനിങ്ങിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും അങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട് നവ്യയുടെ 7ാം മാസമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇനിയിപ്പം പ്രസവവും കാര്യമൊക്കെ അല്ലേ എന്ന്. അത് ശരിയാ, പ്രസവമൊക്കെ കഴിഞ്ഞ് ഇനി നൂലുകെട്ടൊക്കെ കഴിയുമ്പോൾ നവ്യ അങ്ങ് വരുമല്ലോ, അന്നേരത്തേന് ആ കൂട്ടത്തിൽ നിങ്ങളൂടെ അങ്ങ് പോരണം, നിങ്ങളെ ഞാൻ നന്നായി സൽക്കരിച്ചോളാം എന്നൊക്കെ പറയും. അതെന്തായാലും നമുക്ക് താമസിയാതെ അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. എന്നാലും ആദർശമോൻ്റെ അടുത്ത് ഇതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് ശരിയാകുമോ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട്. അവന് സംശയമൊന്നുമില്ല, അങ്ങനെ സംശയം തോന്നുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം പറയണമെന്നാണ് ഞാനും ഓർത്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവരെല്ലാം എടുത്ത് ഡൈനിങ് റൂമിലേക്ക് വെക്കുന്നൊക്കെയുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവരുടെ ഒരു കുഞ്ഞിനെയാണ്, അതിന് ഡോക്ടറുടെ സേവനം മാത്രം പോരല്ലോ, അതുകൊണ്ട് നമുക്ക് ഉള്ള അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് ദേവയാനി. അപ്പം കനകയും പറയും ശരിയാണ്, എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്, നമുക്ക് എല്ലാ അമ്പലങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പറയും. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് ടൂറൊക്കെ പോകണം, അച്ഛനും അമ്മയ്ക്കുമൊക്കെ പ്രായമായിരിക്കില്ലേ, അവർക്കും ഒരു സന്തോഷമാകുമെന്നൊക്കെ ദേവയാനി പറയും. അച്ഛനിപ്പം അസുഖത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഓരോ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് കനക പറയുന്നുണ്ട് ശരിയാ, മുത്തശ്ശന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോഴത്തേന് നിങ്ങളെപ്പോലെ തന്നെ വിഷമിച്ചവരാണ് ഞങ്ങൾ, എന്ന് വെച്ചാൽ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത്രയ്ക്ക് നല്ല മനുഷ്യനല്ലേ എന്നൊക്കെ കനക പറയും. ആ സമയത്ത് അങ്ങോട്ട് ആദർശ് വരുന്നുണ്ട്. ദേവയാനിയുടെ കാർ അവിടെ കിടക്കുന്ന കാണുമ്പോഴത്തേന് ആദർശിനങ്ങ് സംശയമാവുന്നുണ്ട്. ഇതെങ്ങനെ ദേവയാനിയുടെ കാർ ഇവിടെ കിടക്കുന്നു എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴത്തേന് നന്ദു പുറത്തേക്ക് കാറിൻ്റെ ഒച്ച കേട്ട് വന്ന് നോക്കും. അന്നേരം ആദർശിനെ കാണുമ്പോൾ ഓടി അകത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടൻ വരുന്നുണ്ടെന്ന്. അമ്മ എന്നാൽ അകത്തോട്ട് എങ്ങനെ പോയി ഇരുന്നോളാൻ പറഞ്ഞ് നയന ദേവയാനി അകത്തേക്ക് അങ്ങ് വിടും. ആദർശ് വരുമ്പോൾ എല്ലാവർക്കും അങ്ങ് വെപ്രാളമാണ്, എങ്ങാനും ദേവയാനി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയുമോ എന്നുള്ള രീതിയിൽ. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് വന്ന് കയറിയപ്പോഴേ നല്ല കറികളുടെയൊക്കെ മണം വരുന്നല്ലോ, കഴിക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. ഞാനാണേ വിശന്നാ വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് കനക പറയുന്നുണ്ട് ആണോ മോനെ, എന്നാൽ മോന് ആ ഫുഡ് വിളമ്പി കൊടുക്ക് നയനയോട് പറയും. അല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാമെന്ന് പറയുന്നുണ്ട് ആദർശ്. എന്നിട്ട് പറയും നീ എന്താ അമ്മയുടെ കാറും എടുത്തുകൊണ്ടാണോ വന്നതെന്ന് ചോദിക്കും. ആദ്യം ഒന്ന് പരിങ്ങുന്നൊക്കെ ഉണ്ട് നയന. എന്നിട്ട് പറയും അതെ അതെ എന്നൊക്കെ പറയും. എന്നാൽ എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
അന്നേരം ഇരിക്കുമ്പോഴും എല്ലാവർക്കും അങ്ങ് ടെൻഷനാണ്. ദേവയാനി അകത്തിരിക്കുകയാണല്ലോ, ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നുള്ള പരുവത്തിലാണ് വന്നതും. അപ്പം നവ്യയോട് ആദർശ് ചോദിക്കുന്നുണ്ട്, അഭി വിളിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേന്ന്. അതെ വിളിക്കുന്നുണ്ട് ആദർശേട്ടാ, എന്നെ പുറത്തൊക്കെ കൊണ്ടുപോയായിരുന്നു പറയും. അത് എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല, എന്നാലും അവനിപ്പം ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ വല്ലതും ചെയ്താൽ അവന് അതിൻ്റേതായ ഗുണം ഉണ്ടാകുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആദർശ്, വിഷു അല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ആദർശ് ഓർക്കുന്നുണ്ട്, എന്താ ഞാനിങ്ങോട്ട് വന്ന് കയറിയപ്പോൾ എല്ലാവർക്കും അങ്ങ് ഭയങ്കര വെപ്രാളമാണല്ലോ, ഞാൻ വരുന്നത് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു, അതുപോലെ ഉള്ള ഓരോ പ്രവൃത്തി എന്നൊക്കെ ഓർത്താണ് അകത്തേക്ക് കഴിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ കനക നയനോട് പറയുന്നുണ്ട്, മോളെ വിളമ്പി കൊടുക്കുക, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് വരും. അന്നേരം ദേവയാനി മുറിക്കാതിരിക്കുക. അന്നേരം ഈ മുറിയിലാണോ ഇരുന്നത്? ഇത് ആദർശമോൻ വരുമ്പോഴത്തേന് വെയിറ്റ് ചെയ്യുന്നതൊക്കെ മുറിയാണ്, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇത് തന്നെയാണ്, ആദർശമോനാണല്ലോ ഈ വീട് എടുത്തു തന്നതെന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, ആദർശമോൻ എടുത്തു തന്ന വീടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇനി ഇത് നിങ്ങളുടെ വീടാണ്, അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. എന്തായാലും ആദർശമോൻ ഇങ്ങനെ പറഞ്ഞാതെ വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നല്ലേ വിചാരിച്ചെന്ന്, അത് നടന്നില്ലല്ലോ എന്നൊക്കെ കനക പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, അവൻ കഴിക്കട്ടെ, എല്ലാവരോടും അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക, നമുക്ക് ഇനിയാണേലും ഒക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയും. എന്തായാലും ആദർശമോൻ്റെ അടുത്ത് ഈ ഒളിച്ചുകളി അങ്ങ് നിർത്തണം കേട്ടോ, അതാകുമ്പോഴത്തേന് സമാധാനത്തോടെ വരാമല്ലോ എന്നൊക്കെ പറയും. എന്തായാലും അവനിപ്പം സംശയമൊന്നും തോന്നാതിരിക്കട്ടെ, തോന്നുന്ന സമയത്ത് നമുക്ക് പറയാം എന്ന് പറയുമ്പോൾ ആദർശിൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആദർശിന് ശരിക്കും സംശയമുണ്ട് ഇവരെ എല്ലാവരെയും. ഇങ്ങനെ സംശയത്തോടെ ഇരിക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.